നിങ്ങൾ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ്. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം അഗൈൻ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാക്കാണ് ശരിക്കും. ഇപ്പോൾ നമ്മളെല്ലാവരും മക്ഡൊണാൾഡ്സ്, KFC, സ്റ്റാർബക്സ് ഇല്ല, പക്ഷേ അങ്ങനത്തെ ബ്രാൻഡുകളിലൊക്കെ നമ്മൾ പോവുമല്ലോ ഫുഡ് മേടിക്കാനും കാര്യങ്ങൾക്കൊക്കെ. നമ്മൾ എപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമാണ് റെസിപ്റ്റ് ചോദിക്കുന്ന കാര്യം. റെസിപ്റ്റിലാണെങ്കിൽ പല 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 കാര്യങ്ങളും നമുക്ക് കിട്ടാനുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടേണ്ട സാധനങ്ങൾ, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് ഇവിടെ വന്ന പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ KFCയിൽ പലതവണ പോയിട്ടുണ്ട്. KFCയിൽ പലതവണ പോകുമ്പം അവരൊരു കാര്യമുണ്ട്, അവർ റെസിപ്റ്റ് തരികയില്ല. അതെന്നാ റെസിപ്റ്റ് തരാത്ത എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ട്. റെസിപ്റ്റ് തന്നാൽ അവർക്ക് നഷ്ടമാണ്. അതാണ് ഇപ്പോൾ KFC എന്ന് പറയുന്നത് ഇപ്പം RBI റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഇൻ്റർനാഷണലിൽ ഇപ്പം ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അതായത് ഇപ്പം ഭയങ്കര ചിലവാണ്, അവരുടെ ബ്രാൻഡ് അങ്ങ് കയറിപ്പോയി. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് KFC ഒന്നും ഇഷ്ടപ്പെടുകയില്ലായിരുന്നു, ഓയിലിയാണ്, ഭയങ്കര ഒന്നിനും കൊള്ളുകയില്ലാത്തതായിരുന്നു. പക്ഷേ ഇപ്പം ഇപ്പം അവർ ബർഗർ കിങ് ആണെന്ന് തോന്നുന്നു, അവരിപ്പം വിറ്റല്ലോ. ബർഗർ കിങ് ആണോ ഏതോ ഒരു ബ്രാൻഡ്, പിസ്സ ഹട്ട് അവർ കൊടുത്തല്ലോ. പിസ്സ ഹട്ട് അവരുടെ ബ്രാൻഡിൽ നിന്ന് അവർ മാറ്റിയിട്ട് അവരിപ്പോൾ മൊണോപ്പൊളി പോലെ, അതായത് KFC മാത്രമായിട്ട് അവരിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ റെസിപ്റ്റ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, അവരിപ്പോൾ അവരുടെ ഒരു നല്ലൊരു ബ്രാൻഡ് സൃഷ്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. KFC അത് കുറച്ചുകൂടെ ആൾക്കാരുടെ മനസ്സുകളിലേക്ക്, നാവുകളിലേക്ക് ടേസ്റ്റ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇത്രയും നല്ല ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഞാനിപ്പോൾ പറയാൻ വേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ KFC പർച്ചേസ് ചെയ്തു. ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. അവർ മറന്നു പോകുന്നതല്ല, അവർ തരാത്തതാണ്. ഇതിനു മുമ്പ് അവർ തരികയല്ല അവർ റെസിപ്റ്റ്. എന്നാന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, ഒരു സർവേ ഉണ്ട്. അതായത് ഈ സർവേ കാണിക്കുന്നത് ഫ്രീ 600 ml ഡ്രിങ്ക്. അതായത് ഈ സർവേ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ 600 ml ഡ്രിങ്ക് നിങ്ങൾക്ക് കിട്ടും. എനി ഡ്രിങ്ക്, അതായത് കോക്ക് ആകാം, പെപ്സി ആകാം, സൺകിസ്റ്റ് ആകാം, അങ്ങനെ പല ഡ്രിങ്ക്, മൗണ്ടൻ ഡ്യൂ ആകാം, അങ്ങനത്തെ പല ഇത്. അതും ക്യാനല്ല, എനിക്ക് തോന്നുന്നു 600 ml എന്ന് പറയുന്നത് ബോട്ടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ബോട്ടിലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതായത് മിനിമം സ്പെൻഡ് $4.95, അതായത് $5 മിനിമം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം അത്രയും തന്നെ വിലയുള്ള ഒരു കുപ്പിയായിരിക്കും. അപ്പോൾ ഇതൊന്നും അവർക്ക് ഇഷ്ടമാകൂല. ആഴ്ചയിൽ 2-3 ദിവസം വരുന്ന ആൾക്കാർ 3 റെസിപ്റ്റ് കിട്ടിയാൽ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇവർക്ക് എന്താണ് മിച്ചമുള്ളത്? അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി അടുത്ത KFC വിസിറ്റ് അല്ലെ മക്ഡൊണാൾഡ്സ് വിസിറ്റ്, അവിടെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ അവരുടെ റെസിപ്റ്റ് മേടിക്കുക, നിങ്ങൾ ഈ സർവേ ചെയ്യുക. നിങ്ങൾ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നഷ്ടമാണ് ശരിക്കും. നിങ്ങൾ നല്ല പൈസ കൊടുത്താണ് സാധനം മേടിക്കുന്നത്. നിങ്ങൾക്ക് ഫാമിലിക്ക്, അതായത് ഞാനിത് പറയുന്നില്ല ഷുഗർ കൂടുതലാണ്, ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഡ്രിങ്ക്സ് ഒക്കെയാണ്, പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ കാര്യത്തിലേക്ക് വരിക. അപ്പോൾ ഇത് വേണ്ടല്ലേ, ഇപ്പം ഞാൻ $11 സാധനം മേടിച്ചത്, പക്ഷേ $4.5 അടുത്ത തവണ. ഇനിയിപ്പം ഞാൻ ചെയ്യണമെന്നില്ല, ഞാൻ പോകണമെന്നില്ല, അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഞാൻ പോകണമെന്നില്ല. പക്ഷെ ആ 3 ദിവസത്തിനുള്ളിൽ പോവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും മേടിക്കുകയാണെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ടൊരു ഡ്രിങ്ക് കിട്ടും. വെറുതെ എന്തിനാണ് നമുക്ക് കിട്ടുന്ന കാര്യം വേസ്റ്റ് ആക്കുന്നത്? 2 മിനിറ്റ് സർവേ ചെയ്താൽ പോരെ. സർവേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എന്നിട്ട് അതിനകത്ത് കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഡ്രൈ ത്രൂ ആണ്, അല്ലെങ്കിൽ ഇൻസൈഡ് ഡൈനിങ് ആണ്, ടേക്ക് അവേ ആണ്, അങ്ങനെ പലത് എന്നാണ് ഓർഡർ ചെയ്തത്, അതെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതാണ് ഫ്രീ ആയിട്ട് 600 ml ഒരു ഡ്രിങ്ക്. എൻ്റെ പഴയ വീഡിയോസ്, അതായത് ഇതിനു മുമ്പ് ഇട്ട വീഡിയോസ് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് വ്യൂസൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ പോകണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം അതുവരെ നമുക്ക് കാണാം. അപ്പം ശരി, വണക്കം, ബൈ ബൈ.